ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രവും കരുണ ചാരിറ്റബിൾ ട്രസ്റ്റ് പള്ളിക്കരയും ചേർന്ന് സുഹൃതം പദ്ധതിയിൽ ഉൾപ്പെടുത്തി തച്ചങ്ങാട് സ്കൂളിലെ വിഷ്ണുചിത്തിന് നിർമ്മിച്ച വീടിന്റെ താക്കോൽദാന കർമ്മം നടന്നു. ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നിർധനരായ കുടുംബങ്ങൾക്ക് നിർമ്മിച്ചു നൽകുന്ന മൂന്നാമത്തെ വീടാണിത്. കെട്ടിട നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ ഹക്കീം കുന്നിൽ അധ്യക്ഷത വഹിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP താക്കോൽദാനം നിർവഹിച്ച് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ചെറുപ്പക്കാരനായ ഉമ്മൻചാണ്ടിക്ക് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായ ഉമ്മൻചാണ്ടിക്ക് അന്ന് സീറ്റ് കിട്ടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു കേന്ദ്രമാണ് പുതുപ്പള്ളി അന്നും ഇന്നും. പക്ഷെ അവിടെയാണ് 1970 തൊട്ട് മരിക്കുന്നവരെ ഉമ്മൻചാണ്ടി അവിടുത്തെ MLA ആയിരുന്നു. അന്ന് സീറ്റ് കിട്ടിയ 5 പേരിൽ ഒരാൾ ഉമ്മൻചാണ്ടി, രണ്ടാമത്തെ ആൾ കൊട്ടൂർ ഗോപാലകൃഷ്ണൻ, മൂന്നാമത്തെ ആൾ ശ്രീ AK ആന്റണി, നാലാമത്തെ ആൾ ശ്രീ AC ഷൺമുഖദാസ്, അഞ്ചാമത്തെ ആള് കണ്ണൂർക്കാരനായ N രാമകൃഷ്ണൻ. അത് രാമകൃഷ്ണൻ മരിച്ചു, പിന്നെ കൊട്ര മരിച്ചു, ഷൺമുഖദാസ് മരിച്ചു, എല്ലാവരും മരിച്ചു. ആന്റണി മാത്രമാണ് ഇപ്പം ജീവിച്ചിരിക്കുന്നത്. ബാക്കി എല്ലാവരും ആ 5 പേരിൽ എല്ലാവരും മരിച്ചു. പിന്നീട് UDFന്റെ കൺവീനറായി മാറിയ ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ ധനകാര്യമന്ത്രിയായിരുന്നു, കേരളത്തിൻ്റെ തൊഴിൽ മന്ത്രിയായിരുന്നു, കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായിരുന്നു, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു, കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിരുന്നു, പിന്നെയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി. സാജിദ് മൊവൽ, PV സുരേഷ്, ധന്യ സുരേഷ്, KV ഭക്തവത്സലൻ, KA ബക്കർ, ജോമോൻ ജോസ്, രവീന്ദ്രൻ കരിച്ചേരി, KV ശ്രീധരൻ, KV ബാലകൃഷ്ണൻ മാസ്റ്റർ, അബ്ദുള്ള ചിത്താരി, CH രാഘവൻ, CK അരവിന്ദൻ, MPM ഷാഫി, രാജേഷ് പള്ളിക്കര, ചന്ദ്രൻ തച്ചങ്ങാട്, ഷക്കീല ബഷീർ, ഉണ്ണികൃഷ്ണൻ പൊയ്നാച്ചി, റസാഖ് മഠത്തിൽ, ശംഭു ബേക്കൽ, രാമചന്ദ്രൻ ദേലമ്പാടി, രാജകല നാരായണൻ, സുധർമ്മ KP, സമാജ് ബാബു, ബഷീർ ദർഗാസ് കൽനാട്, ചോണായി മുഹമ്മദ് കുഞ്ഞി, അഖിലേഷ് തച്ചങ്ങാട്, മഹേഷ് തച്ചങ്ങാട് എന്നിവർ സംസാരിച്ചു. കണ്ണൻ കരുവാക്കോട് സ്വാഗതവും ചന്തുക്കുട്ടി പൊഴുതാല നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.